ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു വലിയ വിശുദ്ധനെ കുറിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പം ഈ അടുത്ത് പറഞ്ഞു കേട്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു സഭയുടെ ഔദ്യോഗികമായ ബോധോച്ചാടന വേളയിൽ ബോധോച്ചാടനം നടത്തുന്ന സമയത്ത് പിശാച് ബാധിതനോട് ചോദിക്കാനിട വന്നു, അല്ലെങ്കിൽ പിശാചിനോട് ചോദിക്കാനിട വന്നു, ഈ കാലഘട്ടത്തിൽ നീ ഏറ്റവും ഭയക്കുന്ന മധ്യസ്ഥം ആരുടേതാണ്? മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന മധ്യസ്ഥം പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള മധ്യസ്ഥം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടേതാണ്. കാരണം അവനാണ് എൻ്റെ തല തകർക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം സഭയുടെ ഔദ്യോഗിക സ്ഥാനത്തിരുന്ന് പഠിപ്പിച്ചത്. പരിശുദ്ധ കുർബാനയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഏറ്റവും അധികം സഭാമക്കളെ തൻ്റെ ചാക്രിക ലേഖനങ്ങളിലൂടെ പഠിപ്പിച്ച മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ. ഇവൻ്റെ മധ്യസ്ഥമാണ് പിശാച് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നതുമായ മാർപ്പാപ്പ ഈ വിശുദ്ധനാണ്, ജോൺ പോൾ രണ്ടാമൻ. ആയിരത്തി 1920 മെയ് മാസം 18 പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തിൽ വാദോവിസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അതായത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് കരോൾ വോയ്റ്റിവ, കരോൾ ജോസഫ് വോയ്റ്റിവ ജനിക്കുന്നത്. കുഞ്ഞുനാളിൽ അദ്ദേഹത്തിൻ്റെ ഓമനപ്പേരുണ്ടായിരുന്നു ലോലിപോപ്പ് എന്ന് വിളിക്കപ്പെടുന്ന കുഞ്ഞ് ജോസഫ് കാരൽ വോയ്റ്റിവ. ഇദ്ദേഹം ജനിച്ച് 8 വർഷങ്ങൾക്കുള്ളിൽ തന്നെ 8 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മ ലോകത്തോട് വിട പറഞ്ഞു. നമ്മൾ കാണുന്ന സുന്ദരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാ അമ്മമാരുടെ പ്രത്യേക സ്നേഹവും വാത്സല്യമൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നത്. കുഞ്ഞുനാളിൽ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് ദാഹിച്ച് നടന്ന ഒരു വ്യക്തിയായിരുന്നു. ഇത് കണ്ട് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ അപ്പൻ ഒരു ദിവസം ഇദ്ദേഹത്തെ കൈക്ക് പിടിച്ച് അവിടെയുള്ള ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി പരിശുദ്ധ അമ്മയുടെ ആ രൂപത്തിന് മുൻപിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഇനി തുടങ്ങി ഇതാണ് നിൻ്റെ അമ്മ. അങ്ങനെയാണ് പറഞ്ഞത്, ഇനി മുതൽ ഇതാണ് നിൻ്റെ അമ്മ. അന്ന് മുതൽ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ഈ കുഞ്ഞു ലോലിപ്പോപ്പ് തൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ, അമ്മയെക്കുറിച്ചുള്ള വേദന വരുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ. അതുകൊണ്ടായിരിക്കണം ഒരിക്കൽ പോലും ജീവിതത്തിലും നടക്കുന്ന സ്ഥലത്തെല്ലാം ജപമാല കയ്യിൽ നിന്ന് വിടാതെ എപ്പോഴും കൈപ്പിടിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയെ എന്ന് വിളിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം പോലും നമുക്കറിയാം, തോത്തൂസ് തൂസ് എന്ന് വെച്ചാൽ പൂർണ്ണമായും ഞാൻ നിൻ്റേതാണ്. പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ വേളയിലും അദ്ദേഹത്തിന് വെടിയേറ്റ് വീഴുമ്പോഴും നമ്മളത് പിന്നീട് കാണുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പോകുന്ന വാക്കുകൾ ഇതായിരുന്നു, തോത്തൂസ് തൂസ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന അമ്മേ തോത്തൂസ് തൂസ്, അമ്മേ പൂർണ്ണമായും ഞാൻ നിൻ്റേതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച, പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് കുഞ്ഞുനാൾ മുതൽ മുന്നോട്ട് നീങ്ങിയ സുന്ദരമായ ഒരു ബാല്യകാലം, യുവാക്കളോട് ഒത്തിരി സ്നേഹമുള്ള ഒരു മാർപ്പാപ്പയാണ്. അതിൻ്റെ എല്ലാം ബേസ് കിടക്കുന്നത് തൻ്റെ യൗവന നാളുകളിൽ താൻ കടന്നു വന്ന അനുഭവത്തിൻ്റെ വഴിത്താരകളാണ്. 1939 നാസീസ് ജർമ്മൻ പട്ടാളം പോളിഷിനെ കയറി ആക്രമിക്കുന്നത് പിടിച്ചുകൊണ്ട് വന്നു. ആ സമയത്താണ് നമ്മൾ കണ്ടത് പിതാവുമൊത്ത് ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂടെ ഇവരും പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. പിന്നീട് റഷ്യ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ, പോളണ്ടിൻ്റെ ഒരു ഭാഗം പിടിച്ചെടുക്കുമ്പം ഈ അപ്പനും മോനും കൂടി തിരിച്ച് ക്രാക്കോയിലേക്ക് വരുന്നുണ്ട്. ക്രാക്കോ വിട്ടുപോയവർ ക്രാക്കോയിലേക്ക് തിരിച്ചു വരുന്നു. വന്നതിന് ശേഷം നാട് കടത്തപ്പെടാതിരിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കെമിക്കൽ ഫാക്ടറിയിൽ ജോലി ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കെമിക്കൽ ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്ന നമ്മുടെ കാരൽ വോയ്റ്റിവ അല്ലെങ്കിൽ ലോലിപോപ്പ്. അതോടൊപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, കൽക്കരി ഖനിയിലല്ല ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്, അവിടെ അനുഭവിച്ചിട്ടുള്ള യാതൊരു. അതുകൊണ്ട് ഒരു ജോലിക്കാരുടെ നിന്ന് മാർപ്പാപ്പിയാക്കപ്പെട്ട ആദ്യത്തെ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പണിക്കാരുടെ വേദനകളും കഷ്ടപ്പാടുകളെല്ലാം
കൃത്യമായിട്ട് മനസ്സിലാക്കി വരും. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനങ്ങളെല്ലാം ഈ ജോലി ചെയ്യുന്നവരുടെ രോദനങ്ങളെല്ലാം പ്രതിഫലിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ, സഭയുടെ സോഷ്യൽ ടീച്ചിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് മുന്നിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ വേദനിക്കുന്നവരുടെ വേദന നന്നായിട്ട് അറിയാവുന്ന, തൊഴിലാളികളുടെ വേദന നന്നായിട്ട് അറിയാവുന്ന ഒരു മാർപ്പാപ്പയായിരുന്നു ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ. 1941 ഇതുപോലെ തന്നെ കെമിക്കൽ ഫാക്ടറിയിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് തൻ്റെ അപ്പൻ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ഇദ്ദേഹം കാണുന്നത്. രാത്രി മുഴുവൻ അപ്പൻ്റെ ശവമഞ്ചത്തിന് അരികെ നിന്നുകൊണ്ട് ഇദ്ദേഹം കരയുന്നുണ്ട്. 1942 ഇദ്ദേഹം സെമിനാരി ചേരാനുള്ള ഒരു ആഗ്രഹം, അതായത് സെമിനാരി ചേരാനുള്ള ആഗ്രഹവുമായി മുന്നോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ 1946 ഇദ്ദേഹം വൈദികനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അതിനു മുൻപ് ഈ നാസി പട്ടാളക്കാർ നല്ല തടിമിടുക്കുള്ള യുവാക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയായിരുന്നു. അതിൽ നിന്ന് തലനാടിലൊക്കെയാണ് അദ്ദേഹം 1945-44 കാലഘട്ടത്തിലൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. ഇദ്ദേഹം വേഷം മാറി ക്രാക്കോവിലെ ആർച്ച് ബിഷപ്പായ പ്രിൻസ് ആദാം സഫിയേഹ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ അരമനയിൽ വേഷം മാറി അച്ഛനായിട്ട് ജോലി ചെയ്ത് നടക്കുകയായിരുന്നു ഈ കാരൾ വോയ്റ്റിവ. ഇല്ലെങ്കിൽ എന്ത് പറ്റും, നാസി പട്ടാൾക്കാർ വന്ന് പിടിച്ച് നിർബന്ധിത സൈന്യ സേവനത്തിന് വേണ്ടി കൊണ്ടുപോകും. അദ്ദേഹത്തിന് ഒരുപാട് യഹൂദരായിട്ടുള്ള കൂട്ടുകാരെ എല്ലാം ഇദ്ദേഹത്തിന് ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 1947 ഈ സമയത്തെല്ലാം രഹസ്യമായിട്ട് തൻ്റെ പൗരോഹിത്യത്തിൻ്റെ പഠനങ്ങളെല്ലാം ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ തുടർന്നുകൊണ്ട് പോന്നിരുന്നു. അങ്ങനെയാണ് 1946 ഇതേ പ്രിൻസ് ആദാം സഫിയേറ എന്ന് പറയുന്ന ഈ പിതാവിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം പട്ടം സ്വീകരിക്കുന്നത്. പട്ടം സ്വീകരിച്ച് അധികം വൈകാതെ തന്നെ അദ്ദേഹം റോമിൽ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. 2 വർഷം കൊണ്ട് തന്നെ അദ്ദേഹം ഡോക്ടറേറ്റ്, അതായത് ജോൺ ഓഫ് ദ ക്രോസിൻ്റെ പഠനങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആദ്യ ഡോക്ടറേറ്റ് അദ്ദേഹം സ്വീകരിക്കുകയാണ്. പിന്നീട് വീണ്ടും അദ്ദേഹം ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ട്. ആദ്യ ഡോക്ടറേറ്റിന് ശേഷവും അദ്ദേഹം ദൈവശാസ്ത്രവും അതുപോലെ തന്നെ എത്തിക്സ്, അതായത് നമ്മുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള പഠനങ്ങളുമെല്ലാം, ധാർമ്മിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം സ്റ്റുഡൻസിന്, അതായത് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാനായിട്ട് ഇദ്ദേഹം പോകുമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഡോക്ടറേറ്റ് പൂർത്തിയാക്കുന്നു. പിന്നെ ഒരു ഒതൻറ്റിക് പേഴ്സണായിട്ട്, അധികാരമുള്ളൊരു മനുഷ്യനായിട്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ധാർമ്മിക ശാസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ സൗഹൃദം പങ്കുവയ്ക്കുന്ന ഒരു യുവാവായ വൈദികനായിരുന്നു കാരൾ വോയ്റ്റിവ. ഇദ്ദേഹം ഈ യൂത്തിനെയൊക്കെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പിക്നിക്കിനൊക്കെ പോകും. പിക്നിക്കിന് പോയിട്ട് ചുമ്മാ പിക്നിക്കൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ കയാക്കിങ് നമുക്ക് കണ്ടിട്ടുള്ള, കയാക്ക് കണ്ടിട്ടുള്ളതല്ലേ, ആ ബോട്ട് ഇങ്ങനെ തുഴഞ്ഞ് അത് പോകുന്നു. അതുപോലെ സ്വിമ്മിങ്ങിന് പോകുമായിരുന്നു, ഫുട്ബോൾ കളിക്കാൻ പോകുമായിരുന്നു. ഹിൽ ഏരിയയിലേക്ക് പിക്നിക്കിന് പോകുന്ന മാത്രമല്ല, ചുമ്മാ ഒരു പിക്നിക്കല്ല. ഇന്നത്തെ നമ്മുടെ പിള്ളേരൊക്കെ കൊച്ചന്മാരെയൊക്കെ ഇട്ട് ചാടിച്ച് ടൂറിന് പോകാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആ ടൂറിന് വേറെ പല പ്രശ്നങ്ങളിലേക്ക് വഴി തെളിച്ച് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ ടൂറിന് ഒരു ആത്മീയ മാനം ഉണ്ടായിരുന്നു. ഇവരെ ടൂറിന് കൊണ്ടുപോയി പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത്, കാടുകളിലൊക്കെ തുറന്ന സ്ഥലത്ത് ദിവ്യബലി അർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു മാർപ്പാപ്പ, അല്ലെങ്കിൽ ഒരു വന്യ വൈദികനായിരുന്നു കാരൾ വോയ്റ്റിവ. ഈ യുവ വൈദികൻ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പലപ്പോഴും പൊതുവായിട്ടുള്ള ആരാധനകളും പ്രാർത്ഥനകളും എല്ലാം മുടക്കിയിരിക്കുന്നൊരു സമയത്ത് ധൈര്യത്തോടുകൂടി കുറച്ച് യുവാക്കളെ വിളിച്ചിട്ട് പബ്ലിക്കായിട്ട് തന്നെ കുർബാന ചെല്ലുക, പബ്ലിക്കായിട്ട് ആരാധന നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെ ചലഞ്ച് ചെയ്ത് മുന്നിട്ടിറങ്ങി ചെയ്യുമായിരുന്നു. ജീവൻ പണയം വെച്ചും ഇറങ്ങിപ്പോയിട്ടങ്ങ് ചെയ്യുമായിരുന്നു. ഇത് കണ്ട് സഭാധികാരികൾ പോലും ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്. നല്ലൊരു അഭിപ്രായമാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിട്ടുള്ളത് സഭാധികാരിയുടെ ഇടയിൽ. ഇദ്ദേഹത്തിന് ഈ നാളിൽ കിട്ടിയ എക്സ്പീരിയൻസുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗ്രന്ഥം 1960 പുറത്തിറങ്ങുന്നത്. സ്നേഹവും ഉത്തരവാദിത്വവും, ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു ഗ്രന്ഥത്തിൽ ഈ എക്സ്പീരിയൻസിന് ഉരുത്തിരിഞ്ഞിട്ടുള്ള ആശയങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. എങ്ങനെയായിരിക്കണം ഒരു പരസ്പര വിവാഹബന്ധം, സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ലൈംഗികത എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ മക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ധാർമ്മികപരമായിട്ടുള്ള വശങ്ങളെല്ലാം അദ്ദേഹത്തെ കൃത്യമായിട്ട് സഭയുടെ അഭിപ്രായങ്ങൾ അദ്ദേഹം എന്താ പറയുക തൻ്റെ ഗ്രന്ഥത്തിലൂടെ പുറത്തറിയിക്കുകയുണ്ടായി ഈ ഗ്രന്ഥത്തിൽ. അപ്പോൾ ഈ നാളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ ഗ്രന്ഥം രചിച്ചത് പോലും. ഇദ്ദേഹം 1900 ഇദ്ദേഹത്തിൻ്റെ ഈ നേച്ചറും കാര്യങ്ങളും ഈ സ്വഭാവമൊക്കെ കണ്ടിട്ട് സഭാധികാരികൾ തന്നെ ഇദ്ദേഹത്തെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യപ്പെടുകയും 1958 12ാം പിയൂസ് മാർപ്പാപ്പ ഇദ്ദേഹത്തെ ക്രാക്കോയിലെ തന്നെ സഹായം എത്രാനായിട്ട് വാഴിക്കുകയാണ്, അദ്ദേഹത്തെ അനോയിൻ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇദ്ദേഹം 2ാം വത്തിക്കാൻ കൗൺസിലൊക്കെ അത്യാവശ്യം ഒരു ശ്രദ്ധ നേടുകയുണ്ടായി. അതിനുശേഷം 1963 പോൾ 6ാമൻ മാർപ്പാപ്പ
ഇദ്ദേഹത്തെ ക്രാക്കോയിലെ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തുകയുണ്ടായി 1963. അതിനുശേഷം ഉടനെ തന്നെ എന്ത് ചെയ്തു? രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആശയങ്ങളോട് ഒരുപാട് ഹൃദയം വെച്ച് പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് പോൾ ആറാമൻ മാർപ്പാപ്പ മാനവികതയെക്കുറിച്ച് പഠിക്കാനുള്ള തൻ്റെ കൗൺസിലിൽ ഇദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്. അതായത് വിവാഹത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അതുപോലെ തന്നെ അൽമായരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള ഏരിയയിലുള്ള പഠനങ്ങൾ നടത്തുന്ന തൻ്റെ കൗൺസിലിലേക്ക് പോൾ ആറാമൻ മാർപ്പാപ്പ ഈ ക്രാക്കോയിലെ ആർച്ച് ബിഷപ്പായ കാരൾ വോയ്റ്റിവയെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നുണ്ട്. 1967 ജൂൺ മാസത്തിലാണ് ഇദ്ദേഹം കർദിനാളായി അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ, കമ്മ്യൂണിസം അല്ല ഞങ്ങൾ രക്ഷിക്കാൻ പോകുന്നത്, സഭയാണ് രക്ഷിക്കാൻ പോകുന്നുള്ള മോട്ടോയായിട്ട് ഇദ്ദേഹം പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നുണ്ട്. അവിടുത്തെ ക്രാക്കോയിലെ ഒരു ഇൻഡസ്ട്രി ഏരിയ പോലെ ഡെവലപ്പ് ചെയ്ത് വന്ന നൊവ്വാ ഹൂത്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളി സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നിരന്തരമായിട്ട് അന്നത്തെ അധികാരികളെ ഒന്ന് പ്രഷറൈസ് ചെയ്യുന്ന ഒരു പതിവാണ്. അദ്ദേഹം നിരന്തരമായി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനുള്ള അനുവാദം കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വളരെ ധീരമതിയായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തു. ഇദ്ദേഹം അവിടെ കൊണ്ട് ഒരു കുരിശങ്ങ് സ്ഥാപിക്കുന്നു ധൈര്യപൂർവ്വം. അന്നത്തെ കാലത്ത് പബ്ലിക് ആരാധനകളും ഈ പറയുന്ന പ്രദർശനങ്ങളെല്ലാം തടയപ്പെട്ടിരുന്ന സമയത്ത് ധൈര്യപൂർവ്വം ഇദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മുന്നിട്ടിറങ്ങുമായിരുന്നു. അധികം താമസിക്കാതെ തന്നെ ഇദ്ദേഹത്തെ പബ്ലിക്കായിട്ട് മീഡിയയിലൂടെയും മറ്റെല്ലാ കാര്യങ്ങളും പ്രസംഗിക്കുന്നതിൽ നിന്നും ആൾക്കാരെ പ്രബോധിപ്പിക്കുന്നതിൽ നിന്നും അധികാരികൾ തന്നെ അങ്ങ് വിലക്കേർപ്പെടുത്തി. കേട്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കുമ്പസാരക്കൂട്ടുകളിൽ പോലും രഹസ്യമായി യന്ത്രങ്ങൾ പിടിപ്പിച്ച് വെക്കുമായിരുന്നു പറഞ്ഞിട്ട് ഇദ്ദേഹം എന്തോ ഉപദേശമാണ്, രാഷ്ട്രങ്ങൾക്കെതിരെയോ നേതാക്കൾക്കെതിരെ എന്തെങ്കിലും ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഇദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് പറയും. ഇദ്ദേഹത്തെ പബ്ലിക്കായിട്ട് വിലക്കിയിരുന്നു. പബ്ലിക്കായിട്ട് ഇദ്ദേഹത്തിന് അങ്ങ് വിലക്കേർപ്പെടുത്തി. അന്ന് മുതലാണ് ഇദ്ദേഹം എക്സസീവായിട്ട് അധികമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ സ്വയം ട്രാവൽ ചെയ്ത്, മീഡിയ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ പോട്ടെ, യാത്ര ചെയ്ത് ഒരു മടുപ്പ് കൂടാതെ ഇങ്ങനെ യാത്ര ചെയ്ത് ആൾക്കാരെ കാണാനും അവരെ ഉദ്ബോധിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും വന്നത്. അതായിരിക്കും ഒരുപക്ഷെ മാർപ്പാപ്പയായതിനു ശേഷം ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള മാർപ്പാപ്പ എന്ന പേര് ഇദ്ദേഹത്തിന് കിട്ടത്തക്കവണ്ണം ഒരുപാട് യാത്രകൾ ചെയ്യാനും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇടയാക്കപ്പെട്ടതിൻ്റെ ബേസിസ്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 1978 ഓഗസ്റ്റ് മാസം പോൾ ആറാമൻ മാർപ്പാപ്പ മരണമടയുന്നത്. നമുക്കറിയാം, അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമി ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ വെറും 33 ദിവസം മാത്രമാണ് സഭയെ ഭരിച്ചത്. അദ്ദേഹം ഭരിച്ചതിന് ശേഷം വീണ്ടും കോൺക്ലേവ് കൂടി. അതിനുശേഷമുള്ള സെക്കൻഡ് കോൺക്ലേവിൽ 1978 വെച്ചിട്ടാണ് ഈ പറയുന്ന പോലെ വോയ്റ്റിവയ്ക്ക് വോട്ട് വീഴുന്നതും ഇദ്ദേഹം 1978 ഒക്ടോബർ മാസം 16 കാരൾ വോയ്റ്റിവ പോപ്പ് ജോൺ പോൾ II, അതായത് അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പോൾ ആറാമൻ തുടങ്ങി വെച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ, അതിനെ തുടർന്ന് മുൻപോട്ട് വന്ന ജോൺ പോൾ ഒന്നാമൻ, അദ്ദേഹത്തിൻ്റെ പാത തന്നെ പിന്തുടർന്ന് അതേ പേര് സ്വീകരിച്ച് സഭയെ നയിക്കാൻ ഇദ്ദേഹം തയ്യാറായി. 1978 ഒക്ടോബർ മാസം 16 കാരൾ വോയ്റ്റിവ ജോൺ പോൾ II മാർപ്പാപ്പയായി സഭയുടെ ഔദ്യോഗിക ചുമതല ഭരണം ഏറ്റെടുത്തു.